Hi friends, welcome back to SHAHNAZ Easy Tips. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ടായിരുന്നില്ല. അതിന് പകരമായിട്ട് ഒരു അടിപൊളി കാട ഗ്രിൽ ചെയ്യുന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അതിനായിട്ട് കാട എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 4 കാടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായി ഒന്ന് വരഞ്ഞു കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ അതിൽ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായി തന്നെ എല്ലാ വശത്തും ഒന്ന് വരഞ്ഞു കൊടുക്കാം. 1000 കോഴിക്ക് അരക്കാട എന്നാണ് പറയാറുള്ളത്. നമ്മുടെ കാടയിറച്ചിയിലേക്ക് ഇനി നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കാടയിറച്ചിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരാനാണ് തൈര് ഒഴിക്കുന്നത്. ഇതിപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ ഉണ്ടാവും. തൈരൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കാടയിലൊക്കെ നല്ലപോലെ തൈരൊക്കെ പിടിക്കണ വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസുള്ള സവോളയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു തക്കാളിയും കൂടിയിട്ട് നന്നായി ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണതാണ്, വെള്ളമൊന്നും ചേർക്കാണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പിടുന്നുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 3/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ തന്നെ ചിക്കൻ മസാല. അവസാനമായി കുറച്ച് പെരിഞ്ജീരകം കൂടി ഇട്ടിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിനി ഇതൊരു 4 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു ദിവസമൊക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഞാനിപ്പോൾ ഒരു 4 മണിക്കൂർ വെക്കണമെന്നുള്ളൂ. അപ്പോൾ തന്നെ നമുക്കിതിലേക്ക് വേണ്ട കനലൊക്കെ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ചിരട്ട വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കാടേനൊക്കെ ഗ്രില്ലിൽ കയറ്റിയിട്ടുണ്ട്. ഇനി ആ തീയൊക്കെ ഒന്ന് കെട്ടതിന് ശേഷം നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു വശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റായ കാടയിറച്ചി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാണ്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു സൂപ്പർ വീഡിയോ വരുന്നവരെ ബൈ.